ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇതിപ്പോ നമ്മൾ ഇപ്പൊ എടുക്കണ ഈ വ്ളോഗ് എന്ന് പറഞ്ഞാൽ എന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. എത്രാമത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ പിറന്ന ഡേറ്റ് ആഗസ്റ്റ് 16 എന്റെ ജന്മദിനം. ഇന്നിപ്പോ ആഗസ്റ്റ് 16. ഇപ്പൊ രാവിലെ തന്നെ ഞാൻ ക്ഷേത്രത്തിൽ വന്നതാണ്. അപ്പൊ ക്ഷേത്രത്തിൽ വന്നപ്പോ ഇവിടെ നിന്നുകൊണ്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ക്ഷേത്രത്തിൽ നിന്ന് പാൻ ഇറങ്ങണമെന്നുള്ളൂ, ക്ഷേത്രം അടയ്ക്കാൻ തുടങ്ങുന്നുള്ളൂ. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് നിവേദ്യം തുടങ്ങിയായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി ലേറ്റായി. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇന്ന് ഇറങ്ങാൻ തുടങ്ങുവാണ്. ഇതാണ് നമ്മുടെ ക്ഷേത്രം കാണിച്ചുതരാം. ഇതാണ് ഞങ്ങളുടെ തൃക്കപ്പടിക്കൽ മഹാദേവ ക്ഷേത്രം. അപ്പൊ ഇന്നത്തെ ഞാൻ തൃക്കപ്പടിക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് വന്നത്. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട്, എന്റെ പിറന്ന നാളായതുകൊണ്ട്, പിറന്ന ഡേറ്റ് ആയതുകൊണ്ട്, ഞാൻ ആഗസ്റ്റ് 16 ജനിച്ചവനാണ്. എത്ര വയസ്സായെന്ന് ഞാൻ നിങ്ങളോട് പറയാനുള്ള. ആഗസ്റ്റ് 16 ജനിച്ചതാണ്. അപ്പൊ ഇന്ന് ആഗസ്റ്റ് 16. ഞാൻ ജനിച്ച അതേ ഡേറ്റ് ആണ്. അതുകൊണ്ട് ക്ഷേത്രത്തിലൊന്ന് വന്നിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പൊ നമ്മള് ഇന്നിപ്പോ നമ്മുടെ പോത്തനിക്കാട് തന്നെ ഒരു ഓപ്പൺ ജിം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊരു ഓപ്പൺ ജിം സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന്. അപ്പൊ അതിന്റെ ഒരു വീഡിയോയുടെ എടുത്തിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് ഞാൻ കാണിച്ചായിരുന്നു നിങ്ങളെ ഓപ്പൺ ജിം ഇന്ന് സ്റ്റാർട്ട് ചെയ്യണത് എങ്ങനെയുണ്ടെന്ന്. നമ്മളിങ്ങനെ നേരെ ഓപ്പൺ ജിമ്മിന്റെ അടുത്തേക്കാണ് പോണേ. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ബൈ. ഇതാണ് ഗൈസ് നമ്മുടെ നാട്ടിൽ തുടങ്ങാൻ പോണ ഓപ്പൺ ജിം. അതിന്റെ ഉദ്ഘാടനമൊക്കെ സംബന്ധിച്ചുള്ള ചെറിയ രീതിയിലുള്ള ബലൂണും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് ഇപ്പോൾ ഉദ്ഘാടനം. ഇതിന്റെ സമയം കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഓരോരുത്തരോട് വന്ന് നിൽക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. പിന്നെ ഇത് ഇനിഷ്യേറ്റീവ് ബൈ റാണിക്കുട്ടി കാണിച്ചു തരാം കേട്ടോ. എറണാകുളം ജില്ലാ പഞ്ചായത്ത് 2024-2025 വാർഷിക പദ്ധതി അനുസരിച്ച് ഓപ്പൺ ജിം. റാണിക്കുട്ടി ജോർജ് ഡിവിഷൻ മെമ്പർ ആണ് ഇനിഷ്യേറ്റീവ് ചെയ്തിരിക്കണേ. പിന്നെ പിള്ളേരൊക്കെ ഇപ്പോഴേ അതിൻ്റെ അകത്ത് കയറി ഓരോന്ന് ചെയ്യുന്നുണ്ട്. പോത്തനിക്കാട് സ്റ്റേറ്റ് ബാങ്കിന്റെ ആണ് ഒരു വണ്ടി ഇപ്പൊ കടന്നുപോയി. ഇപ്പൊ നമ്മുടെ ഉടൻ തന്നെ ഇതിന്റെ സ്റ്റാർട്ടിങ് ആരംഭിക്കാണ്. ബോർഡൊക്കെ വെച്ചാണ്. ഇതാണ് അതിനകത്ത് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചാണ്. ഓപ്പൺ ജിം ശ്രീ സജി കെ വർഗീസ്, പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത്. അപ്പൊ ഈ നമ്മുടെ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റാണ് സജി സച്ചാടൻ, പുള്ളിക്കാരനുണ്ട്. പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്താടൻ. ബാക്കി എനിക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ബാക്കി കാണാം. ഇത് ഷാൻ മുഹമ്മദ്, നമ്മുടെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് വിങ്ങാണ്. അപ്പൊ ഇതൊക്കെയാണ്. ഓക്കെ, ഏതായാലും നമ്മൾ പോയിട്ട് വരാം. നമ്മള് പോത്തനോട് ഒന്ന് പോയിട്ട് വരാം കേട്ടോ. പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇതിന്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ആവുമായിരിക്കും. എല്ലാവരും കുറെ ആൾക്കാർ വന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനത്തിന് ഞാനിപ്പോ പോത്തനക്കാട് വരെ ജസ്റ്റ് പോയിട്ട് വന്നോളൂ കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒടുക്കത്തെ മഴ. എന്നാ സൈസ് മഴ നോക്കി. നാളെ ഇത് ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനത്തിന് വന്നവരൊക്കെ അകത്തേക്ക് ഓടി കയറിയിരിക്കുകയാണ്. എല്ലാവരും അതിന്റെ അകത്ത് കയറിയിരിക്കുകയാണ്. അതേ രീതിയിലുള്ള മഴയാണ്. ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല. ബോർഡൊന്നും വായിക്കാൻ പാടാത്ത രീതിയിലേക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാരെയും ഒന്ന് ഫോക്കസ് ചെയ്തേക്കാം. എല്ലാരും മഴയത്ത് പെട്ടുപോയി. എല്ലാരും മഴയത്ത് പെട്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ ഇതിന്റെ ഉദ്ഘാടനത്തിന് നിൽക്കാനുള്ള ഞാൻ പോവാ. എനിക്ക് ഇത്ര അർജന്റുണ്ട്. ഇന്നാണ് ഇതിന്റെ ഉദ്ഘാടനം. ഓക്കെ, നമുക്ക് വൈകിട്ട് ജസ്റ്റ് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്നാണ് ജസ്റ്റ് തിരിച്ചു വരാം. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് മാറട്ടെ. എന്നാ സൈസ് മഴ നോക്കി. ഇനിയിപ്പോ മഴ മാറാതെ ഉദ്ഘാടനം നടക്കൂല. ഓക്കെ, ബൈ ബൈ, സീ യു. ഒരു രക്ഷയില്ലാത്ത മഴയും കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിനി ഇവിടെ ചെന്നിട്ട് വേണം സൈഡിലേക്ക് പോകാനായിട്ട്. അതേ രീതിയിലുള്ള മഴയും കാര്യങ്ങളാണ്. എന്നാ സൈസ് മഴ നോക്കും. അടിപൊളി മഴ. അങ്ങനെ നമ്മളുണ്ടല്ലോ, ഇന്ന് നമ്മുടെ ആഗസ്റ്റ് 16 എൻ്റെ ജന്മദിനമായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി. അതുപോലെ ഓപ്പൺ ജിമ്മിൻ്റെ ഉദ്ഘാടനത്തിന് പോകാൻ നോക്കുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ മഴ, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കും. അത് കാരണം ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. ഇപ്പം നമ്മളിപ്പോൾ വീട്ടിലാണ്.
ഇനി നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇതിൽ വെച്ച് നിർത്തുവാണ്. ബാക്കി നെക്സ്റ്റ് വ്ളോഗ് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ ബൈ, സി യു.